രാമഭക്ത സംഗമവേദി നമ്മോടൊപ്പം ചേരുന്നത് VC രാജഗോപാൽ സർ. സർ, രാമായണവുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ ഏത് ഭൂമിശാസ്ത്ര പ്രദേശങ്ങളെയാണ് പ്രധാനമായി പരാമർശിക്കപ്പെടുന്നത്? വാൽമീകി രാമായണമാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. 200 ചില്ലാന രാമായണങ്ങളോടെ ഉണ്ട്. പ്രധാനമായിട്ടുള്ള വാൽമീകി രാമായണം നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അതിൽ കേരളത്തിൻ്റെ പ്രദേശമായിട്ട് വരുന്നത് സഖ്യപർവ്വതത്തിൻ്റെ സാനുക്കളാണ്. പിന്നെ മലയപർവ്വതം എടുത്തു പറയുന്നുണ്ട്. അതൊരു നല്ലൊരു തെളിവാണ്. കാരണം മലയാളം എന്നുള്ള വാക്ക് വന്നത് തന്നെ മലയപർവ്വതത്തിൽ നിന്നാണ്. കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി, ദിശയെ കൂടുതൽ ബോധിപ്പിക്കാൻ വേണ്ടി പാണ്ഡ്യദേശവും ചോളദേശവും എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കേരളം എന്ന വാക്ക് തന്നെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിന്റെ നദികൾ, കാടുകൾ, പർവ്വതങ്ങൾ തുടങ്ങിയ പ്രകൃതി ഘടകങ്ങൾ രാമായണ പാരമ്പര്യവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? രാമായണത്തിലെ പ്രധാനമായിട്ട് ഈ തെക്കോട്ട് പോകുന്ന അംഗദന്റെ നേതൃത്വത്തിലുള്ള വാനരസേന ഇതിയെ കടന്നു പോയതായിട്ടാണ് പറയുന്നത്. അതിൽ നദികളെക്കുറിച്ച് പരാമർശമില്ല. പക്ഷെ കാടിൻ്റെ ഭംഗികളെക്കുറിച്ചും ചന്ദനക്കാടുകളുണ്ടായിരുന്നു, ഫലങ്ങളുണ്ടായിരുന്നു, ഫലഭൂയിഷ്ടമായിരുന്നു, അതുപോലെ ധാരാളം പൂക്കളുണ്ടായിരുന്നു. അങ്ങനെ പ്രകൃതി രമണീയമായ വർണ്ണനകൾ ഈ മലയപർവ്വതത്തെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക വിശ്വാസങ്ങളും ക്ഷേത്രകഥകളും കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ രാമായണവുമായി ബന്ധിപ്പിക്കുന്നതിൽ ഏത് പങ്കാണ് വഹിക്കുന്നത്? ഈ കഥകളും ഐതിഹ്യങ്ങളും എന്നൊക്കെ പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് തെളിവുകളില്ല, ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ രാമായണത്തിനെ പറ്റി നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും എക്സ്കവേഷൻ ഒരു വലിയ ഗുണം ചെയ്യും. ഭൂമിയുടെ മണ്ണ് ഹിമാലയത്തിലെ മണ്ണായിട്ട് പരിശോധിക്കുക, അല്ലെങ്കിൽ വാൽമീകിയുടെ സ്ഥലത്തുള്ള മണ്ണായിട്ട് പരിശോധിച്ചാൽ ചില തെളിവുകൾ കിട്ടും. മാത്രമല്ല വാൽമീകി രാമായണത്തിൽ പറയുന്നത് മാത്രമേ നമുക്ക് ഉപോത്ബലകമായിട്ട് ഇതിന് അടിസ്ഥാനമായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുശേഷം വാൽമീകിയുടെ ശിഷ്യന്മാർ നാനാപാടും പോയിട്ട് എല്ലാ ലോകത്തെമ്പാടും എത്തിയിട്ടുണ്ട്. അവരെല്ലാ സ്ഥലത്തും പോയിട്ട് കഥകളും ഇതൊക്കെ പഠിപ്പിച്ചിട്ട് അവരവരുടെ രാമൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്ത് ക്ഷേത്രങ്ങൾ പണിത് കാണും. അപ്പം അതൊക്കെ നമുക്കതിൻ്റെ ഇതായിട്ട് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പുരാവസ്തു പഠനങ്ങളും ചരിത്ര ഗവേഷണങ്ങളും കേരള രാമായണ ബന്ധത്തെ എത്രത്തോളം പിന്തുണയ്ക്കുന്നു? ഈ പുരാവസ്തു പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ രാമായണത്തിൻ്റെ പുരാവസ്തുക്കൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പോൾ എക്സ്കവേഷനൊക്കെ ചെയ്തിട്ട് സേതുബന്ധനത്തിൻ്റെ സ്ഥലത്ത്, രാമേശ്വരത്തിൻ്റെ സ്ഥലത്ത് കിട്ടിയിട്ടുള്ള പാലത്തിൻ്റെ അത്തരം ഇതൊക്കെയാണ് ഉപോത്ബലകമായിട്ടുള്ളത്. അതൊക്കെ അടിസ്ഥാനപരമായിട്ട് ശരിയാണെന്ന് സയൻസ് തെളിയിച്ചു കഴിഞ്ഞതാണ്. കാരണം രാമായണം എന്ന കഥ നടന്നു കഴിഞ്ഞത് തന്നെയാണെന്നാണ് ഭൂമിശാസ്ത്രപരമായിട്ട് തെളിഞ്ഞിട്ടുള്ളത്. രാമായണത്തിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിന്റെ പ്രാധാന്യം എന്ന പഠനം കേരളത്തിന്റെ സാംസ്കാരിക ടൂറിസത്തിനും പൈതൃക സംരക്ഷണത്തിനും എങ്ങനെ സഹായകരമാകുമെന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായിട്ടും രാമനെ കുറിച്ചുള്ള എന്ത് കാര്യങ്ങളും ഒരു നാടിൻ്റെ ഏത് തരത്തിലുള്ള ശ്രേയസ്സിനും നല്ലതാണ്. അത് സാമ്പത്തികമാവട്ടെ, സാംസ്കാരികമാവട്ടെ, അല്ലെങ്കിൽ സൈനികമാവട്ടെ, രാഷ്ട്രമാവട്ടെ, എന്ത് തരത്തിലും രാമൻ എന്ന ബിംബത്തിന് എല്ലാം ശക്തി പകരുന്ന ഒരു ബിംബമാണ് രാമൻ്റെ. അപ്പോൾ രാമൻ്റെ എന്ത് മോണിമെൻസും, എന്ത് രാമായണ കഥയിലെ എന്ത് പരാമർശങ്ങളും എല്ലാ രാജ്യത്തെയും സമ്പന്നമാക്കും എല്ലാം കൊണ്ടും. താങ്ക് യു സർ.